പാഷൻ ഉണ്ടായിട്ടും കാര്യമില്ല. നമ്മുടെ കൈകളിലേക്ക് ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ പാഷനൊക്കെ തീർച്ചയായിട്ടും അതോടുകൂടി ഒലിച്ചു പോകുന്നുള്ളത് ആ ഒരു സമയത്ത് നമുക്ക് മനസ്സിലായി. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈഫിൽ നമ്മൾ വിചാരിക്കുക പോലും ചെയ്യാത്ത ഒരുപാട് ബാധ്യതകളൊക്കെ കയറി വരികയും, മാത്രമല്ല നമുക്ക് എന്താ പറയാ, ആരോഗ്യപരമായിട്ടും ചില ബുദ്ധിമുട്ടുകളൊക്കെ വരികയും ചെയ്ത സമയത്ത് ഒന്ന് മാറി ചിന്തിക്കാൻ തയ്യാറായി. അങ്ങനെ കുറെ ബിസിനസ്സുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഒരു നീക്കിയിരിപ്പ് ഉണ്ടാവും എന്നുള്ള രീതിയിൽ ചിന്തിച്ചപ്പോഴാണ് ചെറിയ ചെറിയ ബിസിനസ്സുകൾ, അതിപ്പോ റെസ്റ്റോറന്റ്, അതുപോലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കി. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു വന്ന സമയത്താണ് ഇതൊന്നും നമുക്ക് പറ്റുന്ന ഏർപ്പാടല്ല എന്ന് മനസ്സിലായത്. കാരണം കുറെ പൈസ പോയി കിട്ടി. അതുകൊണ്ട് മനസ്സിലായി ഇതൊന്നും, ഈ ബിസിനസ് എന്ന് പറയുന്ന ഫീൽഡൊന്നും നമുക്ക് പറ്റുന്ന ഏർപ്പാടല്ല എന്ന് മനസ്സിലായി. നമുക്ക് കൂടെ നിൽക്കുന്ന പാർട്ട്നേഴ്സും ആയിട്ട് ഈ ഒരു ക്യാഷ് ഡീലിങ്സ് ശരിയാവാത്തത് കൊണ്ടും, അതുപോലെ തന്നെ നമുക്ക് നല്ല ഗ്രൗണ്ട് സപ്പോർട്ട് കിട്ടാത്തതുകൊണ്ടും ഒക്കെ തന്നെ അത്തരത്തിലുള്ള സംരംഭങ്ങളൊക്കെ ഒരുപാട് എണ്ണം ട്രൈ ചെയ്ത് അവസാനം പരാജയപ്പെടുക തന്നെയായിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെ വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നാട്ടുകാരൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ വീട്ടുകാരൊക്കെ പറഞ്ഞു, ഇനി മതി, നിർത്തുമെന്ന് പറഞ്ഞു. കാരണം അത്രമാത്രം ആ സമയമായപ്പോഴേക്കും ഒരുപാട് ബാധ്യതകൾ വന്നിട്ടുണ്ടായിരുന്നു. വീണ്ടും മറ്റൊരു സംരംഭം തുടങ്ങാനിരിക്കുകയായിരുന്നു. എന്റെ നാട്ടില് കുറച്ച് ലേഡീസിനെ വെച്ചുകൊണ്ട് ഒരു 10-20 ലേഡീസിന് ഒരു തൊഴിൽ കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഏതാണ്ട് ഒരു 30 lakhs മുതൽ മുടക്കില് ഒരു സംരംഭം, സ്വന്തമായിട്ട് ഒരു പ്രൊഡക്റ്റ് വെച്ചുകൊണ്ട് സംരംഭം തുടങ്ങാനിരിക്കുകയായിരുന്നു നാട്ടില്. അതിന് വേണ്ടിയിട്ട് ലൈസൻസിനൊക്കെ വേണ്ടി അപേക്ഷിച്ചിരിക്കുകയായിരുന്നു. അതേപോലെ തന്നെ ലോണിന് വേണ്ടിയിട്ട് അപേക്ഷിച്ചിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്താണ് ശരിക്കും മോദികെയർ ബിസിനസ് പരിചയപ്പെടുന്നത്. മോദികെയർ ബിസിനസ് പരിചയപ്പെട്ടു കുറച്ച് കാലങ്ങളൊക്കെ നമ്മൾ പ്രൊഡക്റ്റുകൾ മാത്രം ഉപയോഗിച്ച് മുന്നോട്ട് പോയി. പ്രൊഡക്റ്റ് ഉപയോഗിച്ച സമയത്ത് തീർച്ചയായിട്ടും മനസ്സിലായി ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ മാത്രം ഉപയോഗിക്കേണ്ട കാര്യങ്ങളല്ല. ഇതുകൊണ്ട് ഇത്രയും ഗുണങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ള ആളുകൾക്കും കൂടെ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്തം എനിക്കുണ്ട് എന്നുള്ളതും മനസ്സിലാക്കിയിട്ടാണ് കുറച്ച് ആളുകളോടെങ്കിലും ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ തയ്യാറായത്. പക്ഷെ അവിടുന്ന് അങ്ങോട്ട് ഞാൻ പരിചയപ്പെട്ട ഒരു വ്യക്തി എന്റെ ലൈഫിലേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും അത്യാവശ്യമായ ഒരു സാഹചര്യത്തിൽ കയറി വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്റെ അപ്ലൈ ലീഡർ ആയിട്ടുള്ള മുബിന സർ. അദ്ദേഹം സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വൈറലായിട്ടുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ അറിയുന്ന ഒരു വ്യക്തിയായിരിക്കാം. അപ്പൊ ആ ഒരു വ്യക്തി കടന്നു വന്ന സമയത്ത് എല്ലാ ദിവസവും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഈ ഒരു ബിസിനസിന്റെ പൊട്ടൻഷ്യലിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു തരുന്ന സമയത്ത് തീർച്ചയായിട്ടും എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, നമ്മള് ഇത്ര കാലം എവിടെയൊക്കെയോ പരാജയപ്പെട്ടിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഒരു സംരംഭത്തിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കും എന്നുള്ളൊരു ഉൾവിളി ഉണ്ടായിട്ടുള്ളത് ആ സമയത്താണ്. അപ്പോ അങ്ങനെയാണ് ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത്. പക്ഷെ അന്ന് നാട്ടുകാരുടെ ഒക്കെ നല്ല സഹകരണം ഉണ്ടായതുകൊണ്ട് തന്നെ, എനിക്ക് ഗ്രൗണ്ട് സപ്പോർട്ട് കിട്ടാത്തത് കൊണ്ട് തന്നെ ആ ലൈസൻസ് കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടായി പോയി. അതുകൊണ്ട് തന്നെ ആ ഒരു 20 പേർക്ക് തൊഴിൽ കൊടുക്കുക എന്നുള്ളത് പറഞ്ഞ ആ ഒരു സംഗതി ഞാൻ ഒഴിവാക്കി. പിന്നീട് ഈ ഒരു മോദികെയർ ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്ത് ഇന്നിപ്പോ തീർച്ചയായിട്ടും ഇത്രയും ഒരു 3 വർഷം പിന്നിടുന്ന സമയത്ത് വലിയ വലിയ കാര്യങ്ങളാണ് ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്ര കാലം ഉണ്ടായിരുന്ന രീതിയിലുള്ള ഒരു ജീവിത രീതിയല്ല ഇപ്പോൾ ഉള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫ് ആകെ മാറിപ്പോയി എന്ന് തന്നെ പറയാം. ഈ ഒരു കൊറോണ സമയത്ത് ബാക്കിയുള്ള ആളുകളെല്ലാം തന്നെ ബാധ്യതകളെ കുറിച്ചും അല്ലെങ്കിൽ കഷ്ടപ്പാടുകളെ കുറിച്ചും ഒക്കെ സംസാരിക്കുന്ന സമയത്ത് ഏറ്റവും പോസിറ്റീവായിട്ട് സംസാരിക്കുന്ന ഒരു ജനതയെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത് മോദികെയർ ബിസിനസ്സിലാണ്. കാരണം അവരുടെ ജീവിതത്തിൽ മാത്രമാണ് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുള്ളൂ എന്ന് വേണം നമുക്ക് പറയാൻ. അപ്പൊ എന്റെ ലൈഫിലും ഇതുവരെ നടന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ച് നോക്കുന്ന സമയത്ത് ഇപ്പൊ പറഞ്ഞ പോലെ ഞാനൊരു കാറ് വാങ്ങിക്കാൻ ഇടയായി. ഒരു കിയ സെൽറ്റോസ് ഇപ്പോ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു മില്യണർ ക്ലബ്ബ് മെമ്പറാണ്. മാസം 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമാനം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൂടാതെ തന്നെ ടീമിലും ഒരു വ്യക്തി മില്യണർ ക്ലബ്ബ് മെമ്പറാണ്. കൂടാതെ ഇപ്പോ ഏകദേശം ഒരു 50,000 രൂപയ്ക്ക് മുകളിൽ വാങ്ങിക്കുന്ന ഒരു 4 വ്യക്തികൾ കൂടെ ഉണ്ട്. ഏകദേശം ഒരു 30,000 രൂപയ്ക്ക് മുകളിൽ വാങ്ങിക്കുന്ന ഒരു 6 വ്യക്തികൾ ടീമിനകത്തുണ്ട്. ഇത്തരം വ്യക്തികൾക്കൊക്കെ ഈ ഒരു പണമൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ നമ്മളൊരു നിമിത്തമായി എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ്. അന്ന് ഞാനൊരു 20 പേർക്ക് ഒരു 10,000 രൂപ വരുമാനം കിട്ടുന്ന തൊഴിൽ കൊടുക്കാൻ വേണ്ടി 30 ലക്ഷം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിന്നതെങ്കിൽ, ഇന്നത്തെ സാഹചര്യത്തിൽ ഇത്രയും പേര് ഇത്രയും വരുമാനം വാങ്ങിക്കുന്ന സമയത്തും എന്റെ കയ്യിൽ നിന്ന് യാതൊരു തരത്തിലുള്ള പൈസയും ഞാൻ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള പോയിന്റ്.
മാത്രമല്ല നമ്മളെ വീട്ടിലേക്കുള്ള പ്രൊഡക്ട്സുകൾ വാങ്ങിച്ചുകൊണ്ട് നമുക്ക് ഒരു കോടികൾ ടേൺ ഓവർ ചെയ്യുന്ന മാർക്കറ്റിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമോ, അല്ലെങ്കിൽ കോടികൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമോ അതേ കാര്യങ്ങൾ തന്നെ നമ്മുടെ വീട്ടിലേക്കുള്ള മാത്രം പർച്ചേസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ബിസിനസിന്റെ ഏറ്റവും പോസിറ്റീവ് പാർട്ട്. സോ ഈ ഒരു ബിസിനസ്സിനെ നിങ്ങൾ ചെറുതായിട്ട് കാണരുത്. ഒരിക്കലും ഒരു സോപ്പും പേസ്റ്റും വാങ്ങിക്കുന്ന ഒരു ബിസിനസ് ആയിട്ട് മാത്രം നിങ്ങൾ കാണരുത്. കാരണം ഇത് അത്രമാത്രം സാധ്യതകളുള്ള ഒരു ബിസിനസ് ആണ്. നമുക്ക് അവിടെയൊക്കെ കിട്ടുന്നത് ചിലപ്പോൾ ഒരേ ലെവലിലുള്ള ഇൻകം ആണെങ്കിൽ, നിങ്ങളൊന്നും മാറി ചിന്തിക്കാൻ തയ്യാറാണെങ്കിൽ ചിലപ്പോൾ ഫസ്റ്റ് ടൈം ഒക്കെ ചെറിയ ചെറിയ ഇൻകം ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. പക്ഷെ ആ ഒരു ചെറിയ ഇൻകത്തിൽ കൂടെ കുറച്ച് പൂജ്യങ്ങൾ കൂട്ടാൻ നമ്മൾ മാത്രം വിചാരിച്ചാൽ മതി എന്നുള്ള ഒരൊറ്റ കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിജയിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഇതിൽ എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം, ഈ ഒരു ബിസിനസ്സിൽ വന്നതിന് ശേഷം എന്റെ ഏറ്റവും വലിയൊരു സന്തോഷം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാമിലിയോടൊത്ത് വളരെ സേഫ് ആയിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഇതുവരെ ഞാൻ ചെയ്തിരുന്ന ജോലികളിലൊക്കെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അവിടെ എല്ലാം ഒറ്റയ്ക്കായിരുന്നു നമ്മൾ ഡീൽ ചെയ്യേണ്ടിരുന്നത്. ഒറ്റയ്ക്ക് ഒരു സ്ത്രീ ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം പല പ്രശ്നങ്ങൾ നമുക്ക് നേരിടേണ്ടി വരും. അതും നാട് വിട്ട് കേരളത്തിന് പുറത്തൊക്കെ പോയി ജോലി ചെയ്യുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ സംബന്ധിച്ച് ഞാൻ ഈ ഒരു മോദിക്കർ ബിസിനസിനെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾ ഹസ്ബൻഡിനോടൊപ്പം, ബ്രദറിനോടൊപ്പം, ഫാദറിനോടൊപ്പം ഒരുമിച്ച് സഞ്ചരിക്കുന്നു, ഒരുമിച്ച് ബിസിനസ് ചെയ്യുന്നു, ഒരുമിച്ച് വരുമാനം വാങ്ങിക്കുന്നു. എത്ര സന്തോഷാണെന്ന് അറിയോ. ഇവിടെ ഈ കഴിഞ്ഞ മാസമൊക്കെ കഴിഞ്ഞ മാസത്തെ നിങ്ങളും അതിന്റെ ഒരു ഫേസ്ബുക്ക് ലൈവ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അതിന്റെ കണ്ടന്റ് ഇത്ര മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ മാസം എന്റെ വീട്ടിലേക്ക് എന്റെ ഫാദറും ഞാനും എന്റെ ബ്രദറും സിസ്റ്ററും ഞങ്ങൾ 4 പേരും കൂടെ എന്റെ വീട്ടിലേക്ക് കഴിഞ്ഞ മാസം മോദിക്കർ ബിസിനസ്സിൽ നിന്ന് മാത്രം വന്നിട്ടുള്ള വരുമാനം എന്ന് പറയുന്നത് 2,30,000 രൂപയാണ്. ഞാൻ കണ്ടായിരുന്നു. വേറെ എവിടെ സാധിക്കും സുഹൃത്തുക്കളെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ? നമ്മൾ വാങ്ങിക്കുന്നത് പോലെ തന്നെ നമ്മളെ കുടുംബക്കാർക്കും നമ്മുടെ വീട്ടിലുള്ള ആളുകൾക്കൊക്കെ ഇതേപോലെയുള്ള വരുമാനം വാങ്ങിക്കാൻ സാധിക്കുന്നത് നമുക്ക് വേറെ ഏത് ബിസിനസ്സിൽ സാധിക്കും? വേറെ ഏത് ജോലിയിൽ നമുക്ക് സാധിക്കും? എവിടെയും നമുക്ക് സാധിക്കുന്ന കാര്യമല്ല. മാത്രമല്ല ഇത്രയും സേഫ് ആയിട്ട് കുടുംബത്തോടൊപ്പം ചെയ്യാന്നൊക്കെ പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ഇപ്പോ ഫാദറിനൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഫാദറൊക്കെ സാധാരണ ഒരു കസ്റ്റമർ മാത്രമാണ്. ഫാദറിനെ നിങ്ങൾ വലിയൊരു ലീഡർ ആയിട്ടൊന്നും ഇതുവരെ ചിലപ്പോ ഒരു മീറ്റിംഗ്സിലൊന്നും കണ്ടിട്ടുണ്ടായിരിക്കില്ല. പക്ഷെ ഒരു സാധാരണ ആശാരിപ്പണിക്കാരനും ഈ ഒരു ബിസിനസ്സിൽ, ഒരു സാധാരണ കസ്റ്റമർക്ക് പോലും ഈ ഒരു ബിസിനസ്സിൽ മാസം 70,000 രൂപ ഉണ്ടാക്കാന്നുള്ളത് തെളിയിച്ചു ആ ഒരു വ്യക്തി. അതേപോലെ തന്നെ ഒരു 21 വയസ്സ് മാത്രമേ ഉള്ളൂ എന്റെ ബ്രദറിന്. ആളുടെ പേര് ജിഷ്ണു എന്നാണ്. സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആണ്. ആ ഒരു വ്യക്തിക്ക് പോലും കഴിഞ്ഞ മാസം 52,000 രൂപ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഒരു സമയത്ത് എത്രമാത്രം യൂത്ത് ആയിട്ടുള്ള ആളുകൾ. ഇപ്പോഴത്തെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 1ാം ക്ലാസ് മുതൽ ഏകദേശം ഒരു 25 വയസ്സ് വരെ പഠിക്കുക എന്നുള്ളത് മാത്രമാണ് എല്ലാവരുടെയും ഒരു ചിന്താഗതി. 25 വയസ്സിന് ശേഷമാണ് ഒരു ജോലിയെ കുറിച്ച് പല ആൾക്കാരും ചിന്തിക്കുന്നത് പോലും. ആ ജോലിയെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് തന്നെ വീട്ടിൽ നിന്ന് മറ്റുള്ള പ്രഷർ വരും, കല്യാണം കഴിക്കാനുള്ള പ്രഷർ വരും. ഏതാണ്ട് ഒരു ജോലി കിട്ടിയ ഒരു 2-3 മാസം കഴിയുമ്പോൾ തന്നെ കല്യാണം കഴിപ്പിച്ചു വിടും. പിന്നെ ബാധ്യതകളോട് ബാധ്യതകളാണ്. പിന്നെ ആ ബാധ്യത തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടാണ് നമ്മുടെ നാട്ടിലുള്ള ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. ഇതാണ് കുടുംബപരമായിട്ടുള്ള ഒരു സിസ്റ്റം. പക്ഷെ ആ സിസ്റ്റം ഒക്കെ മാറ്റിമറിക്കാൻ നമുക്ക് ഈ ഒരു സിസ്റ്റത്തിന് സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ആസിഫ് സാറിനെ പോലെ, ഫൈസൽ സാറിനെ പോലെയൊക്കെയുള്ള ചുണക്കുട്ടന്മാരായിട്ടുള്ള വ്യക്തികൾ ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന സമയത്ത്, ഇപ്പൊ എന്റെ ജിഷ്ണു ആണെന്നുണ്ടെങ്കിലും 21ാമത്തെ വയസ്സിൽ ഇന്ന് 50,000 രൂപ വാങ്ങിക്കുന്ന എത്ര ആളുകളെ നമുക്ക് കാണാൻ പറ്റും? പുറത്ത് എത്ര ആൾക്കാരെ കാണാൻ പറ്റും? എല്ലാവരും ജോലിക്ക് പിറകെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ജോലി എന്ന് പറയുന്നത് നമുക്ക് അറിയാം അത് റിസ്ക് ഇല്ലാത്ത ഒരു സേഫ് സോണാണ്. പക്ഷെ ആ ഒരു സോണിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് ഇനിയത്തെ കാലത്ത് നമുക്ക് ഒരിക്കലും ഒരു വരുമാനം കൊണ്ട് മാത്രം നമ്മുടെ കുടുംബം പുലർത്തി പോകാൻ പറ്റില്ല. ജീവിതത്തിൽ പല ഘട്ടങ്ങളും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. ഇപ്പൊ ഞാനും വിചാരിച്ചിരുന്നു ഞാനൊരു സേഫ് സോണിലാണെന്ന് വിചാരിച്ചിരുന്നു. കല്യാണം കഴിഞ്ഞ സമയത്തെല്ലാം നല്ല സേഫ് സോണിലാണ് ജീവിക്കുന്നതെന്ന് ഞാനും വിചാരിച്ചിരുന്നു. കാരണം അത്രമാത്രം എന്താ പറയാ സാമ്പത്തികമായിട്ടുള്ള ഉന്നതിയിലുള്ള ഒരു കുടുംബത്തിലേക്കാണ് ഞാൻ വന്ന് കയറിയിട്ടുള്ളത്. പക്ഷെ ആ സേഫ് സോൺ ഞാൻ ആകെ 4 വർഷം മാത്രമേ അനുഭവിച്ചിട്ടുള്ളൂ. ആ 4 വർഷത്തിന് ശേഷം ഒരൊറ്റ ആഴ്ച കൊണ്ട് എന്റെ ജീവിതം ആ ഒരു വലിയ വീട്ടിൽ നിന്നും പിന്നീട് ഒരു കുടിലേക്ക് മാറേണ്ട ഒരു സിറ്റുവേഷൻ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഏത് കുടുംബത്തിനും ഏത് സമയത്തും അത്തരത്തിലുള്ള ബാധ്യതകളെല്ലാം വരാം. നമ്മളൊരു ബിസിനസ്സിൽ ഫെയിലായി ഏതാണ്ട് 1 കോടിയോളം രൂപ നഷ്ടത്തിലായി ഒരൊറ്റ ആഴ്ച കൊണ്ട് ആ ഒരു വീടും സ്ഥലവും ഒക്കെ വിറ്റുകൊണ്ട് നമ്മൾ ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക്, ഒരു കുടിലേക്ക് നമ്മളെ ജീവിതം മാറി.
കുടിൽ എന്ന് പറയുന്ന സമയത്ത് ഒരു ഫ്ലെക്സിന്റെ ഷീറ്റാണ് ഞങ്ങളുടെ മേൽക്കൂര എന്ന് പറയുന്നത്. ഇന്ന് ഇങ്ങനെയൊക്കെ നിമിഷ ആയി തീരാൻ എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് പറയാറുള്ളത് മുത്തൂറ്റ് ഫിൻകോർപ്പ് എന്ന് പറയുന്ന കമ്പനിയാണ്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുത്തൂറ്റ് ഫിൻകോർപ്പിന്റെ ഫ്ലെക്സ് ഷീറ്റ് ആയിരുന്നു ഞങ്ങളുടെ മേൽക്കൂര. മുത്തൂറ്റ് ഫിൻകോർപ്പിന്റെ പരസ്യവാചകം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ജീവിതത്തിന് മാറ്റം വേണ്ടപ്പോൾ. ഈ ജീവിതത്തിന് മാറ്റം വേണ്ടപ്പോൾ എന്നുള്ള വാചകം പറഞ്ഞുകൊണ്ട് മോഹൻലാൽ നിൽക്കുന്ന ഒരു ഭാഗമായിരുന്നു ഞങ്ങളുടെ മേൽക്കൂരയ്ക്ക് മേലെ കണ്ടിട്ടുണ്ടായിരുന്നത്. അതിലൂടെ നാട്ടുകാരൊക്കെ നടന്നു പോകുന്ന സമയത്ത് എല്ലാവരും നോക്കി പറഞ്ഞു, അവർക്ക് ജീവിതത്തിന് മാറ്റം വന്നതാണ്, അവർ ഇത്ര കാലം ജീവിച്ച രീതിയിൽ നിന്ന് അവർക്ക് മാറ്റം വരേണ്ടത് അവരുടെ ആവശ്യമായിരുന്നു, അവരുടെ അഹങ്കാരം കൊണ്ട് വന്നു പോയതാണ്. അതുവരെ ചിലപ്പോ നമ്മളെ ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന എല്ലാ കുടുംബങ്ങളും തന്നെ ആ ഒരു അവസ്ഥ വന്നതിന് ശേഷം നേരെ തിരിച്ചു പറയാൻ തുടങ്ങി, അവരുടെ അഹങ്കാരം കൊണ്ട് വന്നു പോയതാണ്, അവർക്കത് കിട്ടണം, അവരുടെ ജീവിതത്തിന് മാറ്റം വേണ്ടപ്പോൾ എന്നുള്ളത് റിപ്പീറ്റ് ആയിട്ട് പറയാൻ തുടങ്ങി. അത് പറഞ്ഞു കേൾക്കുന്ന സമയത്ത് ഫസ്റ്റ് ടൈം ഒക്കെ നമുക്കും വലിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും പിന്നീട് നമ്മളും അത് പറയാൻ തുടങ്ങി, ജീവിതത്തിന് മാറ്റം വേണ്ടപ്പോൾ എന്നുള്ളത് നിരന്തരം പറയാൻ തുടങ്ങിയ സമയത്ത് ആ ഒരു പറഞ്ഞ് അതിന്റെ ചിന്തിച്ചതിന്റെ വേവ് ലെങ്ത് ചിലപ്പോ ബാലുശ്ശേരിയുള്ള ഒരു ചെറുപ്പക്കാരന്റെ തലയിൽ പോയി നിന്നതുകൊണ്ടായിരിക്കാം ആ വ്യക്തി നമ്മുടെ വീട്ടിലേക്ക് വന്നുകൊണ്ട് ഈ ഒരു ബിസിനസ് അവസരം പരിചയപ്പെടുത്താനുണ്ടായിട്ടുള്ള കാരണം. ഇതേപോലെ ഇന്നിപ്പോ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും ഈ ഒരു ബിസിനസ് അവസരം കേൾക്കാൻ ഇതുപോലെ എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കും. ആ കാരണം എന്താണെന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടെത്തുക. ആ കണ്ടെത്തി കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ശക്തിക്കും നിങ്ങളെ പിന്മാറാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നിങ്ങൾക്ക് ഒരിക്കലും പിന്തിരിയാൻ കഴിയില്ല. നിങ്ങൾ ആ ഒരു ലക്ഷ്യം എന്താണ്, ആ ഒരു കാരണം എന്താണെന്നുള്ളത് കണ്ടെത്തിക്കൊണ്ട് അതിനുവേണ്ടി പ്രയത്നിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫീൽഡില് വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അത് ചെറിയ കാര്യങ്ങളല്ല, ഈ ഒരു ബിസിനസ്സിലെല്ലാം സാധ്യമാണ്. എല്ലാം വളരെ പെട്ടെന്ന് തന്നെ സാധ്യമാണ്. ഒരു മില്യണയർ ക്ലബ് മെമ്പർ ആവുക, അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങിക്കുക എന്നതിനപ്പുറം വലിയ ചിന്തകൾ നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇതൊരു വലിയൊരു സംരംഭമാണ്. നിങ്ങൾ ഈ ഒരു കമ്പനിയുടെ സിഇഒ ആണെന്നുള്ള ഒരു മെന്റാലിറ്റിയോട് കൂടി നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ഏറ്റെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ, ഈ ഒരു ബിസിനസിന്റെ ഓണർഷിപ്പ് നിങ്ങൾക്ക് കയ്യിലെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയ ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കും. അതിനാകെ വേണ്ടത് വിശ്വാസം മാത്രമാണ്. എല്ലാത്തിനെയും നമ്മൾ വിശ്വസിക്കാൻ തയ്യാറാവുക, നമ്മുടെ കമ്പനിയെ വിശ്വസിക്കുക. തീർച്ചയായിട്ടും 25 വർഷമായിട്ടുള്ള ഒരു കമ്പനി, ആ 25 വർഷമായിട്ടുള്ള ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടും മുന്നോട്ട് പോകും എന്നുള്ള ഒരു വിശ്വാസം നമുക്ക് ഉണ്ടായാൽ മതി. കാരണം ഒരുപാട് കമ്പനികൾ നമ്മുടെ മുന്നിലൊക്കെ വന്ന് പ്ലാൻ പറയാറുണ്ട്. ചിലപ്പോൾ ഇന്ന് വന്ന് പറഞ്ഞൊരു കമ്പനി നാളെ സുപ്രഭാതത്തിൽ എണീറ്റ് നോക്കുന്ന സമയത്ത് കാണില്ല, അവരുടെ പേര് പോലും കേൾക്കാനുണ്ടാവില്ല. അത്തരത്തിലുള്ള ഒരു കമ്പനിയല്ല, 25 വർഷം ഇവിടെ സർവൈവ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് എന്നുള്ളത് ആ ഒരു വിശ്വാസം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഇതിന്റെ പ്രൊഡക്ട്സിൽ വിശ്വാസം ഉണ്ടായിരിക്കണം. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ട് അല്ലെങ്കിൽ അതിന് വില കൂടുതലാണ്, ഇതിന് വില കൂടുതലാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സിൽ വിശ്വാസം ഇല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ സാധിക്കില്ല. സോ പ്രൊഡക്ട്സിൽ വിശ്വസിക്കുക. ആ പ്രൊഡക്ട്സിൽ വിശ്വസിച്ചതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഇങ്ങനെ ഇത്രയും പേരുടെ മുന്നിലെങ്കിലും ഇങ്ങനെ വാ തുറന്ന് നിമിഷ സംസാരിക്കുന്നത്. കാരണം ഈ ഒരു ബിസിനസ്സിൽ വരുന്നതിന് മുന്നേ ഒരു 4 പേരോട് സംസാരിക്കാൻ സാധിക്കാതിരുന്ന നിമിഷ ഇന്നിപ്പോ എത്ര പേരോടാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സംസാരിക്കാനുള്ള ഒരു കാരണം, അത് ചങ്കൂറ്റത്തോടു കൂടി തന്നെ സംസാരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മോദികറിന്റെ പ്രോഡക്ട്സ് ആണ്. മോദികറിൽ ചങ്കൂറ്റം ഉണ്ടാവാനുള്ള പ്രൊഡക്ട്സ് ഒന്നും ഇല്ല കേട്ടോ. ആ ചങ്കൂറ്റം നമ്മൾ വൺസ് ജസ്റ്റ് ഒന്ന് മാറ്റി ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്ന കാര്യമാണ്. അപ്പൊ നിങ്ങളൊന്ന് മാറ്റി ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവുക. അതേപോലെ തന്നെ വീണ്ടും മറ്റൊരു വിശ്വാസം വേണ്ടത് ഇതിന്റെ ഇൻകം പ്ലാനിനോടാണ്. നമ്മള് മറ്റുള്ള കമ്പനികളൊക്കെ വന്നിട്ട് ഇന്ന് വന്ന് നിങ്ങൾ ഇത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യൂ, അവിടെ 2 ആളെ ചേർക്കൂ, ഇവിടെ 2 ആളെ ചേർക്കൂ, അതിന് നിങ്ങൾക്ക് ഇത്ര പൈസ വരും എന്ന് പറയുന്ന കമ്പനികളെക്കാൾ ഈ ഒരു പ്ലാൻ എന്താണെന്നുള്ളത് കറക്റ്റ് ആയിട്ട്, ഇതിൽ LPB ബോണസ് എന്താണ്, ഇതിലെ ടീം ബിൽഡർ ബോണസ് എന്താണ്, ഇതിൽ എങ്ങനെയാണ് കാർ ഫണ്ട് വരുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒത്തൊന്ന് ഇരുന്ന് സംസാരിക്കാൻ നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ഇവിടെ എങ്ങനെ വരുമാനം ഉണ്ടാക്കണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഏതൊരു കമ്പനി കോടികളുടെ കണക്കായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവരോട് നന്ദി നമസ്കാരം പറഞ്ഞുകൊണ്ട് പിരിഞ്ഞു പോവാൻ നമുക്ക് സാധിക്കും. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും പ്ലാനിനെ വിശ്വസിക്കുക. കൂടാതെ നിങ്ങളുടെ അപ്ലൈ ലീഡറെ വിശ്വസിക്കുക. അപ്ലൈ ലീഡർ ഒരിക്കലും നിങ്ങളെ കൊണ്ട് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു വരുന്ന ആൾക്കാരല്ല. അവർക്ക് അവരുടെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് അല്ലെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള സ്വപ്നങ്ങൾ കൊണ്ട് ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്നിട്ടുള്ള ആൾക്കാരാണ്. തീർച്ചയായിട്ടും നിങ്ങളും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യേണ്ടത്, അപ്ലൈന് വേണ്ടിയിട്ടല്ല. അപ്ലൈനെ കറക്റ്റ് ആയിട്ട് വിശ്വസിക്കാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും അദ്ദേഹം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഈ ഒരു അവസരത്തിനെ കുറിച്ച് കേൾക്കാൻ പോലും ഇടയായിട്ടുള്ളത്. സോ അപ്ലൈനെ വിശ്വസിക്കാൻ തയ്യാറാവുക, നിങ്ങളുടെ ടീമിനെ വിശ്വസിക്കാൻ തയ്യാറാവുക, ഇതിനേക്കാളൊക്കെ ഉപരി നിങ്ങളെ വിശ്വസിക്കാൻ തയ്യാറാവുക. അങ്ങനെയാണെങ്കിൽ മാത്രമാണ്
നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ്സിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. സോ എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സർ.